ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ടോപ്പ് 10 ബെസ്റ്റ് സെല്ലിംഗ് കാർസ് ഇൻ ജൂൺ 2026 ആണ് പറയുന്നത്. മെയ്യുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കാത്ത പല കാറുകളും ഇതിനകത്ത് ടോപ്പായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വിചാരിച്ച ഒരു കാർ എപ്പോഴും ടോപ്പ് 10 വരുന്ന, ആദ്യമൊക്കെ ടോപ്പ് 3-4 ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു പ്രധാന കാർ ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അത് ഹ്യുണ്ടായിയുടെ ക്രെറ്റയാണ്. ടോപ്പ് 10 ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇനി പത്താമത്തെ കാറ് ഒരു SUV തന്നെയാണ്. കോമ്പാക്ട് SUV ആണ്. ഹ്യുണ്ടായി വെന്യൂ ആണ് ടോപ്പ് 10 ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ കോമ്പാക്ട് SUV ഗണത്തിൽപ്പെടുന്ന ടാറ്റയുടെ നെക്സോൺ ആണെങ്കിലും അതുപോലെ മാരുതിയുടെ ബ്രസ്സ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെടുന്ന വണ്ടികളാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ മൂന്നാമതായി ഇന്ത്യയിൽ ഏറ്റവും സെല്ല് ചെയ്യപ്പെട്ട, ഇതുവരെ എടുത്തതിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ട മൂന്നാമതായി വന്ന വാഹനമാണ് ഹ്യുണ്ടായിയുടെ വെന്യൂ. അപ്പൊ കഴിഞ്ഞ മാസം ജൂണില് 10,776 വാഹനങ്ങളാണ് ഹ്യുണ്ടായിയുടെ വെന്യൂവിന് ലഭിച്ചത്. ഇത് നമ്മൾ മെയ് മാസം നോക്കുകയാണെങ്കിൽ 11,714, അതായത് ഒരു 1000 വാഹനങ്ങളുടെയോളം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഹ്യുണ്ടായി വെന്യൂ എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഈ ഒരു ടാറ്റയുടെ ഒക്കെ ആണെങ്കിലും EV കാർസിന്റെ കടന്നുകയറ്റമാണ് ഈ ഒരു പെട്രോൾ കാർസിന്റെ സെയിൽസ് കുറയാനുള്ള കാരണം എന്നാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. ഹ്യുണ്ടായിയുടെ ആണെങ്കിലും ഡീസലും ഒക്കെ അവൈലബിൾ ആണ്. എങ്കിൽ കൂടി നമ്മൾ ഒമ്പതാം സ്ഥാനം നോക്കുമ്പോൾ അത് കാണുന്നത് മാരുതിയുടെ തന്നെ ബെലീനയാണ് 9ാം സ്ഥാനത്ത്. ബെലീനയ്ക്ക് ജൂണില് 12,488 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് കിട്ടിയത്. ഇത് മെയ് മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 18,396 വാഹനങ്ങളാണ്. അപ്പൊ ഏകദേശം ഒരു 6,000 വാഹനങ്ങളുടെ വ്യത്യാസമാണ് ബെലീനയ്ക്ക് ഇവിടെ വന്നത്. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് ഫ്രോങ്സിനും. കഴിഞ്ഞ മാസം 13,130, അതായത് 7,000-ഓളം വാഹനങ്ങൾ, 13,135 വാഹനങ്ങളാണ് ഈ ജൂൺ മാസം സെയിൽ ചെയ്യപ്പെട്ടത്. അതായത് മെയ് മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 20,686 നിന്നും 7,000 വാഹനങ്ങളുടെ ഡിഫറൻസ് ആണ് ഫ്രോങ്സിന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഏഴാമത്തെ വാഹനം മഹേന്ദ്രയുടെ സ്കോർപിയോ ആണ്. ജൂണിൽ 14,097 വാഹനങ്ങളാണ് മഹേന്ദ്രയുടെ സ്കോർപിയോ. ഒരു SUV ഗണത്തിൽപ്പെടുന്ന ആ വാഹനത്തിന് ഇത്രയും സെയിൽ വരുന്നത് ഒരു അത്ഭുതകരമാണെന്ന് തന്നെ പറയാം. എങ്കിലും മെയ് മാസത്തെ വാഹനം നോക്കുകയാണെങ്കിൽ 15,774, ഏകദേശം ഒരു 1,500 വാഹനങ്ങളുടെ ഡിഫറൻസ് ഇവിടെ കുറവ് വന്നിട്ടുണ്ട് മഹേന്ദ്രയുടെ സ്കോർപിയോ. മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിയുടെ ഒരു വാഹനം മാത്രമേ ഉള്ളൂ, അതുപോലെ മഹേന്ദ്രയുടെ ഒരേ ഒരു വാഹനമേ ഉള്ളൂ, ടാറ്റയുടെ 2 വാഹനങ്ങൾ, അതുപോലെ മാരുതിയുടെ 6 വാഹനങ്ങൾ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആറാം സ്ഥാനം മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് കഴിഞ്ഞ മാസം മെയ് മാസം 17,519 വാഹനങ്ങളാണ് മെയ് മാസം വന്നത്. പക്ഷെ 15,215 വാഹനങ്ങളാണ് ജൂൺ മാസം വന്നത്. 2,000 വാഹനങ്ങൾ ഡിഫറൻസ് ആണ് സ്വിഫ്റ്റിന് വന്നിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 5ാം സ്ഥാനത്ത് എർട്ടിഗയാണ്. എർട്ടിഗ 16,111 വാഹനങ്ങളാണ് ജൂൺ മാസം എർട്ടിഗയുടേതായിട്ട് സെയിൽ ചെയ്ത് പോയിരിക്കുന്നത്. ഇത് നമ്മൾ മെയ് മാസം നോക്കുകയാണെങ്കിൽ 20,350, ഏകദേശം 4,000 വാഹനങ്ങളുടെ ഡിഫറൻസ് കഴിഞ്ഞ മാസം എർട്ടിഗയ്ക്ക് വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 4ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ വാഗണാറാണ്. 16,952 വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം മാരുതിയുടെ വാഗണാറായിട്ട് പോയിട്ടുള്ളത്. ഇത് നമ്മൾ മെയ് മാസം നോക്കുകയാണെങ്കിൽ 18,076 വാഹനങ്ങളുടെ സെയിലാണ്. അപ്പൊ ഏകദേശം 2,000 വാഹനങ്ങളുടെ കുറവ് ഈ വാഗണാറിന്റെ കാര്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോഴും ടോപ്പിൽ ഒന്നാമതായി സെയിൽ ചെയ്തിരിക്കുന്ന മാരുതിയുടെ ഡിസയർ കഴിഞ്ഞ മാസം ഈ ജൂൺ മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിലിൽ 3ാമതായിട്ട് പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് മാരുതിയുടെ ഡിസയർ 17,899 വാഹനങ്ങൾ മാത്രമേ സെയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ ജൂണില്. മെയ് മാസം നോക്കുകയാണെങ്കിൽ 24,546 വാഹനങ്ങൾ, അതായത് ഏകദേശം 7,000 വാഹനങ്ങളുടെ സെയിലിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ടോപ്പ് 2 നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ടോപ്പ് 2 ടാറ്റയുടെ വാഹനങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ടാറ്റയുടെ ഈ ഒരു EV സെയിൽ തന്നെയാണ്. EV, അതുപോലെ തന്നെ പെട്രോള്, അതുപോലെ നമ്മുടെ ഫ്യൂവൽ CNG സെയിൽ വന്നിട്ടുണ്ട്. അത് പ്രധാനം, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ടാറ്റയുടെ നെക്സോണും പഞ്ചും തന്നെയാണ് 2ഉം 1ഉം സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നെക്സോണിന്റെ സെയില് നമ്മൾ കഴിഞ്ഞ ജൂണിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 18,335 വാഹനങ്ങളുടെ സെയിലാണ് നെക്സോൺ വന്നിരിക്കുന്നത്. ഇത് തന്നെ മെയിൽ നോക്കുവാണെങ്കിൽ 19,100 വാഹനങ്ങൾ. അപ്പൊ ഏകദേശം
1000 വാഹനങ്ങൾ ഡിഫറൻസ് കുറവ് വന്നിട്ടുണ്ടെങ്കിലും ജൂണിൽ 2ാം സ്ഥാനം നെക്സോൺ വന്നിട്ടുണ്ട്. നെക്സോൺ നമുക്കറിയാം ഓൾ ഓവർ SUV ഗണത്തിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സെയിൽ ചെയ്യപ്പെട്ട നമ്പർ 1 വാഹനമാണ്. ഏകദേശം 14 ലക്ഷത്തോളം വാഹനങ്ങളാണ് ഇപ്പോൾ നെക്സോണിൻ്റെതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്രസയുടെയുമായിട്ട് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നെക്സോൺ ബ്രസയ്ക്ക് കുറച്ച് കുറവ്, ഏകദേശം 14 ലക്ഷം. 2016 ബ്രസ് ഇറങ്ങിയത്. അതിനകത്ത് ഒരു 14 ലക്ഷം വരാൻ വേണ്ടി കുറച്ചും കൂടെ സമയമെടുത്തു. നെക്സോൺ കുറച്ചും കൂടെ നേരത്തെ 14 ലക്ഷമായി എന്നുള്ളതാണ്. ഇനി 1ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ പഞ്ച് തന്നെയാണ്. 21,006 വാഹനങ്ങളാണ് കഴിഞ്ഞ ജൂൺ മാസം സെയിൽ ചെയ്യപ്പെട്ടത്. ഇത് നമ്മൾ മെയിൽ നോക്കുകയാണെങ്കിൽ 20,208 വാഹനങ്ങൾ. 1000 വാഹനങ്ങളുടെ വർധന ഇവിടെ വന്നിട്ടുണ്ട് പഞ്ചിൻ്റെതായിട്ട്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം പഞ്ചിന്റെ ഓട്ടോമാറ്റിക് CNG വേരിയന്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ EVയുടെ സെയിൽസ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള കാരണം. സോ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ മാസവും ഈ മാസവും തമ്മിലുള്ള ഓൾ ഓവർ വാഹനങ്ങളുടെ ഗണത്തിൽ സെയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വാഹന സംബന്ധമായിട്ടുള്ള വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ.